ഹലോ, ഇന്നൊരു ഫിഷ് ബിരിയാണി ആക്കിയാലോ? നമ്മുടെ കയ്യിൽ അയലയാണ് ഉണ്ടായിരുന്നത്. അത് സാധാരണ മീൻ വറുക്കുന്ന പോലെ തന്നെ വറുക്കുക. അത് വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഗ്രേവിക്കുള്ള സാധനം റെഡിയാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. തക്കാളിയും ഉണ്ടായിരുന്നു. തക്കാളി നമ്മൾ അരച്ചാണ് ചേർക്കുന്നത്. ആ ഗ്രേവി എല്ലാം റെഡിയായി കഴിയുമ്പോഴേക്കും ഈ അരച്ച തക്കാളിയും ചേർത്ത് അതൊന്ന് സെറ്റ് ആകുമ്പോഴേക്കും ഈ വറുത്ത മീനെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരും കൂടെ ഒഴിക്കണമായിരുന്നു. ഞാനത് മറന്നുപോയി ആക്ച്വലി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തൈര് ഒഴിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ ബിരിയാണി റൈസ് ഉണ്ടായിരുന്നില്ല, സാധാരണ റൈസായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ഇച്ചിരി കുഴഞ്ഞു പോയി. മീൻചട്ടിയിൽ ചോറ് പുരട്ടി വെച്ച പോലെയായിരുന്നു അവസാനം ബിരിയാണി ഇരുന്നത്. എനിക്ക് അപ്പോഴേ മനസ്സിലായി അത് കുളവായിപ്പോയെന്ന്. പിന്നെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് പപ്പടം, മുട്ട, സാലഡ്, അച്ചാർ എല്ലാം നിരത്തി വെച്ചു. പിന്നെ അവൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പം അവളെ തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടോ, തിന്നിട്ട് നല്ല സൂപ്പർ എക്സ്പ്രഷൻ ഇടുന്നത്. ഞാൻ വിചാരിച്ചു ശരിക്കും നന്നായെന്ന്. അങ്ങനെ ഞാനും പോയി അങ്ങ് പരീക്ഷിച്ചു. പക്ഷെ നല്ല കട്ട ഫ്ലോപ്പായിരുന്നു.